വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ എൻ്റെ വഴികൾ. ഏവർക്കും എൻ്റെ വഴികളിലേക്ക് സ്വാഗതം. ഇനിയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. തുടർന്നും എൻ്റെ വീഡിയോകൾ ലഭിക്കുന്നതിന് വേണ്ടി ബെല്ലൈക്കൺ അമർത്തുക. ഗസയിൽ ഇസ്രായേൽ ആക്രമണത്തിന് തീവ്രത കൂടിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ഇതാ അൽ നാസർ ഹോസ്പിറ്റലിന്റെ സർജിക്കൽ വിഭാഗം ബോംബിട്ട് തകർത്തിരിക്കുകയാണ്. ആക്രമണത്തിൽ 2 പേർ കൊല്ലപ്പെട്ടു. ഇസ്താംബുൾ മേയറെ അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ചുള്ള കലാപം തുർക്കിയിൽ ആളിപ്പടരുകയാണ്. ദക്ഷിണ കൊറിയയുടെ മന്ത്രിയുടെ ഇംപീച്ച്മെന്റ് റദ്ദാക്കിയ കോടതിയെ അദ്ദേഹത്തെ ആക്ടിംഗ് പ്രസിഡന്റായി നിയമിച്ചു. തനിക്ക് വ്യക്തമായ ജനവിധിയുണ്ടെന്ന് ബോധ്യപ്പെടുത്തേണ്ടത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ നേരിടാൻ ആവശ്യമാണെന്ന് പറഞ്ഞ പുതിയ കനേഡിയൻ പ്രധാനമന്ത്രി ഇടക്കാല തിരഞ്ഞെടുപ്പ് ആവശ്യപ്പെട്ടു. തെക്കൻ ഗസയിലെ വലിയ ആശുപത്രിയായ നാസർ ഹോസ്പിറ്റലിൽ ആക്രമിച്ചുകൊണ്ട് ഇസ്രായേൽ സൈന്യം 6ാം ദിവസവും മുന്നോട്ട് നീങ്ങുകയാണ്. ആക്രമണത്തിൽ 2 പേർ കൊല്ലപ്പെട്ടു. ഇസ്രായേൽ ആക്രമണം നടത്തിയത് നാസർ ഹോസ്പിറ്റലിന്റെ സർജിക്കൽ വിഭാഗം ബിൽഡിംഗ് ആയിരുന്നു. ആക്രമണം വലിയ രീതിയിലുള്ള അഗ്നിബാധയ്ക്ക് കാരണമായി. ഹോസ്പിറ്റലിന്റെ 2ാം നില പൂർണ്ണമായും തകർന്നു. ആക്രമണത്തിൽ ഹോസ്പിറ്റലിന്റെ 2ാം നിലയിൽ ചികിത്സയിലായിരുന്ന ഹമാസിന്റെ ഒരു ഉയർന്ന ഉദ്യോഗസ്ഥനും ഒരു 16-കാരനും കൊല്ലപ്പെട്ടു. കൂടാതെ നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ഇസ്മായിൽ ബർഹം ഹമാസിന്റെ പൊളിറ്റിക്കൽ വിഭാഗം ഉദ്യോഗസ്ഥനായിരുന്നു. ഹോസ്പിറ്റലിൽ ചികിത്സയിലായിരുന്നു ആ സമയത്ത് അദ്ദേഹം. ഇതോടുകൂടി ഇസ്രായേലിന്റെ പുതിയ ആക്രമണത്തിൽ കൊല്ലപ്പെടുന്നത് ഹമാസിന്റെ 2 ഉയർന്ന ഉദ്യോഗസ്ഥരാണ്. അതേസമയം നാസർ ഹോസ്പിറ്റലിലെ ട്രോമ സർജൻ പറഞ്ഞത് ആശുപത്രികൾക്ക് നേരെയുള്ള ഇസ്രായേലിന്റെ ആക്രമണത്തിന് ഒരു ന്യായീകരണവുമില്ല എന്നാണ്. ഗസൻ ആരോഗ്യ മന്ത്രാലയം പറയുന്നത് ഏകദേശം 50,000-ലധികം ഫലസ്തീനികളാണ് ഇസ്രായേലിന്റെ ആക്രമണത്തിൽ ഇപ്പോൾ ഇതുവരെ കൊല്ലപ്പെട്ടിട്ടുള്ളത് എന്നാണ്. 2023 ഒക്ടോബറിന് ശേഷം ഗസയിൽ മരണത്തിന്റെ നിലവിളി ഉയരാത്ത ഒരു നാൾ പോലും കടന്നുപോയിട്ടില്ല എന്നാണ്. നോമ്പും പെരുന്നാളുമെല്ലാം മയ്യത്ത് നമസ്കാരത്തിന് വേണ്ടി കാത്തുനിൽക്കുന്നത് പോലെയായിരുന്നു. 50,000 ഫലസ്തീനികൾ കൊല്ലപ്പെട്ടതായി തിരിച്ചറിഞ്ഞ ബോഡികളുടെ കണക്കനുസരിച്ച് രേഖകൾ പറയുമ്പോൾ 11,000-ലധികം ഫലസ്തീനികളെ കാണാതായിട്ടുണ്ടെന്നും പറയപ്പെടുന്നു. ഇപ്പോൾ അവരെയും മരിച്ചവരുടെ ഗണത്തിലാണ് കൂട്ടേണ്ടി വരിക. ഗസൻ ജനത ലോകത്തോട് ചോദിക്കുന്നത് 50,000-ലധികം മനുഷ്യരെ കൊന്നുതീർക്കാൻ മാത്രം ഞങ്ങൾ എന്ത് പാതകമാണ് ചെയ്തത് എന്നാണ്. ഞങ്ങൾ ഈ മരുഭൂമിയിൽ മരണത്തോട് മല്ലടിച്ചാണ് ജീവിക്കുന്നത്. ഒരു തുണ്ടം റൊട്ടിക്ക് വേണ്ടി പോലും ഞങ്ങൾ കടിപിടി കൂടുന്നു. മരുന്നുകളില്ലാതെ രോഗികൾ വേദന സഹിച്ച് നിത്യദുരിതത്തിൽ കഴിയുന്നു. ഏത് ദൈവദൂതനാണ് ഗസയിൽ സമാധാനവുമായി ഇനി വരിക എന്നറിയില്ല. മരണം വളരെ എളുപ്പത്തിലും വളരെ വേഗത്തിലും സംഭവിക്കുന്നു. ശരിയായ രീതിയിൽ ശവസംസ്കാരം നടത്തുക എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രയാസം. ഒരുമിച്ച് അഭയം തേടിയ കുടുംബങ്ങൾ മരണാനന്തര കർമ്മങ്ങൾക്ക് സ്ഥലം കണ്ടെത്താനാവാതെ ഒരേ ശവപ്പെട്ടിയും ഒരേ ശ്മശാനവും പങ്കിടുന്നു. മരണസംഖ്യ അധികരിച്ചു വരിക എന്നാൽ ഗസയിൽ ഓരോ നിമിഷവും ഒരാൾ മരണത്തെ അഭിമുഖീകരിക്കുന്നു എന്നാണ് അതിനർത്ഥം. വടക്കൻ ഇസ്രായേലിലെ ഹൈഫയിൽ വെടിവെപ്പിൽ 70 വയസ്സ് പ്രായമുള്ള ഒരാൾ കൊല്ലപ്പെടുകയും 2 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ഇസ്രായേൽ പോലീസ് പറയുന്നത് ഹൈഫയിലെ ഒരു ബസ് സ്റ്റോപ്പിലുണ്ടായിരുന്ന നിരവധി പേർക്ക് നേരെ അക്രമി വെടിവെക്കുകയായിരുന്നു എന്നാണ്. അക്രമിയെക്കുറിച്ചുള്ള വിവരങ്ങൾ ഇതുവരെ ലഭ്യമായിട്ടില്ല. പോലീസ് പറയുന്നത് ഒരു ടെററിസ്റ്റ് ആക്രമണമായിരിക്കാൻ സാധ്യതയുണ്ട് എന്നാണ്. അതേസമയം ഇസ്രായേലിന് വേണ്ടി എന്ന് ഉറപ്പിച്ചു പറയാൻ കഴിയുന്ന അമേരിക്കൻ ദൂതൻ പറയുന്നത് ഹമാസ് ആണ് എല്ലാ കുഴപ്പങ്ങൾക്കും കാരണമെന്നാണ്. സ്റ്റീവ് വിറ്റ്കോഫ് ഹമാസിനെ കുറ്റപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞത് മാറ്റം വരുത്തിയ ജനുവരിയിലെ ഡീലിനെ അംഗീകരിക്കാൻ ഹമാസ് തയ്യാറാവുന്നില്ല എന്നാണ്. അമേരിക്ക 100% ഇസ്രായേലിന്റെ കൂടെയാണ്. 100% കമ്മിറ്റ്മെന്റ് ഇസ്രായേലിനോടാണ്. ഹമാസിന് നിരായുധീകരണത്തിനുള്ള അവസരം ഞങ്ങൾ ഒരുക്കി കൊടുത്തു. ഞങ്ങൾ മുന്നോട്ട് വെച്ച ബ്രിഡ്ജ് പ്രപ്പോസൽ അംഗീകരിച്ചാൽ 40-50 ദിവസത്തെ വെടിനിർത്തൽ സാധ്യമാകുമായിരുന്നു. ആ സമയം ഹമാസിന്റെ നിരായുധീകരണം സാധ്യമാക്കുകയും ഉടമ്പടിയുടെ അവസാന ഘട്ടം നടപ്പിലാക്കുകയും ചെയ്യാമായിരുന്നു എന്നാണ്. അതേസമയം അമേരിക്കൻ സേന യമൻ തലസ്ഥാനമടക്കം നിരവധി സ്ഥലങ്ങളിൽ വ്യോമാക്രമണം നടത്തി. ഹൂത്തി മീഡിയ പറയുന്നത് അമേരിക്കൻ സേന ആക്രമണം നടത്തിയത് സനയിലെ ജനസാന്ദ്രത കൂടിയ പ്രദേശത്തെ സിവിലിയൻ അപ്പാർട്ട്മെന്റുകളിലാണ് എന്നാണ്. ആ ആക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെടുകയും 15 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. കൂടാതെ വടക്കൻ യമനിലെ സദ പട്ടണത്തിൽ സൗദി അറേബ്യയോട് ചേർന്ന് കിടക്കുന്ന 2 പ്രദേശങ്ങളിലും അമേരിക്കൻ വ്യോമസേന ബോംബുകൾ വർഷിച്ചു. ഇസ്രായേൽ ഗസ യുദ്ധം പുനരാരംഭിച്ചതിനു ശേഷം ഇതുവരെയും അമേരിക്ക യമന് നേരെ ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്.